കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പം നമ്മൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ക്രിസ്മസ് ദിനത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട്. അല്ല, അതിപ്പോൾ മറ്റേ കമ്മീഷൻ, CNR കമ്മീഷൻ മുനമ്പം സമരസമിതിക്കാരെ കണ്ടതല്ലേ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം ആദ്യമേ പറയാം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക മാത്രമല്ല, ഇത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഡൗൺലോഡ് ചെയ്തല്ല, നമ്മുടെ ലിങ്ക് അയച്ചു കൊടുത്ത് കാണണം. കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അറിയേണ്ടുന്ന അപകടകരമായ ഒരു സ്ഥിതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ശരിക്കും ഒരു ബോംബിന് മുകളിൽ അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് കിടക്കുന്നതെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. വഖഫ് നിയമത്തിലെ അപകടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. ഞാൻ അതല്ല, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളല്ല പറയാൻ പോകുന്നത്. അതീവ സങ്കീർണമായ, അതീവ ഭയാനകമായ ഒരു സ്ഥിതി കേരളത്തിലെ ഓരോ കുടുംബവും അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ കണക്കുകൾ കൃത്യമായി ഡാറ്റ സഹിതം ഞാൻ പറയാൻ പോവാണ്. അത് നമ്മുടെ ഓരോ വീടുകളിലും എത്തണം. അതുകൊണ്ട് ഈ വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്തു പോയാൽ നമ്മൾ സ്വയം ഒരു കുരുക്കെടുത്ത് നമ്മുടെ കഴുത്തിലിടുന്നത് പോലെയാണ്. അതുകൊണ്ട് നിങ്ങളിത് മുഴുവൻ കാരണം. ചിലപ്പോൾ ഈ വീഡിയോ ഇത്തിരി നീണ്ടുപോയേക്കാം, എന്നാലും ഒരുപാടൊന്നും 10-15 മിനിറ്റ് കൂടുതലൊന്നും പോകത്തില്ല. പക്ഷേ ഇത് കണ്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടമായിരിക്കും. ഒരു വലിയ അപകടത്തിലേക്ക് അറിയാതെ നിങ്ങൾ കാലെടുത്ത് വയ്ക്കുകയായിരിക്കും. നിങ്ങൾ കാണണം. നിങ്ങളുടെ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. ദയവായി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോ അയക്കരുത്. നമുക്ക് അറിയാമല്ലോ, നമ്മളൊരു പാവം ചാനൽ നടത്തിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അയച്ചാൽ നമുക്കത് വലിയ ദോഷമുണ്ടാക്കും. അതേസമയം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് അയച്ചാൽ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഇത്തിരി പരസ്യ വരുമാനം കിട്ടും. ഉള്ള കാര്യം പറയും. എന്തിനാ കളവ് പറയുന്നത്? നമുക്ക് ആകെയുള്ള നമ്മൾ ആളുകൾക്ക് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് ഒരു പൈസ പോലും തന്നിട്ടില്ലല്ലോ ആളുകൾ ഈ വീഡിയോകൾ കാണുന്നത്. നമുക്ക് ആകെയുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഇതിന് കിട്ടുന്ന, യൂട്യൂബിൽ കിട്ടുന്ന പരസ്യം മാത്രമാണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് അയച്ചാൽ ആശയപ്രചാരണം നടക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. ഷെയർ ചെയ്യാൻ ഒരു പാടുമില്ല. നമ്മുടെ വീഡിയോയുടെ താഴെ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ഞെക്കുക, ഒരാരോ കാണുന്നുണ്ടല്ലോ, അവിടെ ഞെക്കുക, കോപ്പിയാവും. നിങ്ങളുടെ വാട്സാപ്പിൽ അതങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് അങ്ങനെ ഒന്ന് സഹായിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് മുഴുവൻ കാണണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, നിങ്ങളുടെ ആരുടെ ഭൂമി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന ഒരവസ്ഥയുണ്ട്. സത്യമാണ്. പേടിപ്പിക്കാൻ പറയുന്നതല്ല, പേടിക്കാൻ പറയുന്നതാണ്. പേടിക്കാൻ തന്നെ പറയാം. ഞാനൊരു കണക്ക് പറയാം. ഈ വഖഫിൻ്റെ ഭൂമി ഒക്കെ കൃത്യമായി കണക്കുണ്ട്. ഇതിന് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു പോർട്ടലുണ്ട്. ഈ പോർട്ടലിൻ്റെ പേര് വഖഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ, വാംസി എന്ന് പറയും. നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? 4 മാസം മുമ്പ് ഇങ്ങനൊരു കാര്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കയറിയിട്ട് നിങ്ങളുടെ ഭൂമി വഖഫ് അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഈ സൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെ, ഏതായാലും അതിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളതിൽ കയറണം. കയറുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ എവിടെല്ലാം എത്രയൊക്കെ ഭൂമി വഖഫ് അവകാശപ്പെട്ടിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ഭൂമി വഖഫ് അവകാശപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ഏതാണ്ട് 2,32,547 പ്രോപ്പർട്ടിയിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശുകാർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ ആർജവമുള്ള അല്ല തണ്ടലുള്ള മുഖ്യമന്ത്രിയാണ്, യോഗി ആദിത്യനാഥാണ്. ഇപ്പോൾ വഖഫിന് പണി കൊടുത്തിരിക്കുക. വഖഫിൻ്റെ ഭൂമി അളക്കാനായിട്ട് ആര് പറഞ്ഞിരിക്കുക? യോഗി പറഞ്ഞിരിക്കുക. അവിടെ ഉദയപ്രതാപ് കോളേജ് എന്ന് പറഞ്ഞാൽ 1909 ആരംഭിച്ച ഒരു കോളേജിൻ്റെ 500 ഏക്കർ ഭൂമി, കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, LKG മുതൽ വിവിധ കോളേജ് വരെ ഉണ്ട്. അവിടെ 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കോളേജിൽ ഭൂമി മതിലിനോട് ചേർന്ന് ഏതോ ഒരു മുസ്ലിം സൂഫി വര്യൻ്റെയോ ആരുടെയോ ഖബറുണ്ട് എന്ന് പറഞ്ഞ് ആ കോളേജിന് അവകാശം ഉന്നയിച്ചിരുന്നു. അപ്പോഴാണ് പിറ്റേ ദിവസം അളക്കാൻ പറഞ്ഞത്. അവസാനം എന്ത് പറ്റി? അവിടെ ഈ അവകാശവാദം ഉന്നയിച്ച മസ്ജിദിലേക്ക് 20,000-ഓളം വിദ്യാർത്ഥികൾ, കോളേജിലെ LKG മുതൽ PGക്ക് വരെ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ മാർച്ച് നടത്തി വെള്ളിയാഴ്ച ദിവസം. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ ഭൂമി തൊട്ടാൽ ഇനി ഇവിടെ ഈ മസ്ജിദിൽ മാത്രമല്ല, കാശിയിലെ, വാരണാസിയിലെ ഒരു പള്ളിയിലും വെള്ളിയാഴ്ച ആരാധന നടക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വഖഫ് ബോർഡ് എന്ത് ചെയ്തു? അവകാശവാദം വിഡ്രോ ചെയ്തു. മുനമ്പുകാർ കണ്ടു പഠിക്കേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്
പശ്ചിമ ബംഗാളിലാണ് 80,548 ഭൂമികൾ. 6ാം സ്ഥാനം ആർക്കാണെന്നറിയോ? എല്ലാ പൊസിഷനും 6ാം സ്ഥാനം കേരളത്തിലാണ്. കേരളത്തിൽ 53,297 ഭൂമിക്ക് വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുണ്ടോ? ഉണ്ടോ? അറിയാൻ പറ്റത്തില്ല. അറിയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. ഈ ഇത്രയും 53,297 ഭൂമിയിൽ വസ്തുക്കളിൽ കേരളത്തിലെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് വഖഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ വാംസിയുടെ സൈറ്റിൽ പറയുന്നു. അപ്പോൾ എത്ര സെൻറ്റാണ് ഏതൊക്കെയാണെന്നൊന്നും ഇല്ല. അല്ലല്ല, അത് ഞാൻ അതിലേക്ക് വരാം. അതിൽ അപ്പോൾ 52,000 53,000 അല്ലേ, 54,000 ഒന്ന് കൂട്ടിക്കോ. 54,000 പുരയിടങ്ങളിൽ വസ്തുക്കളിൽ, പുരയിടം എന്ന് പറയണ്ട, വസ്തുക്കളിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെതിരെ കേസ് എത്രയുണ്ടെന്നറിയാം? 1006 എന്ന് പറഞ്ഞാൽ 1006 പേരെ ഇത് അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇത്രയും പേര് അറിയാതെ അറിഞ്ഞിട്ടില്ല. ഈ അറിഞ്ഞതിൽ ഇനി വഖഫ് നിയമ ഭേദഗതി വന്നാൽ മുസ്ലിങ്ങളെ മുഴുവൻ ദ്രോഹിക്കാനെന്ന് പറയുന്നുണ്ടല്ലോ. വഖഫ് മുഴുവൻ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണെന്നും പറയുന്നുണ്ട്. അതെ. പക്ഷെ അങ്ങനെയല്ല, മുസ്ലിങ്ങൾ ഇതിനേരെയാണ്. നമ്മൾ തളിപ്പറമ്പിലെ കാര്യം പറഞ്ഞില്ലേ, തളിപ്പറമ്പിലെ ഭൂമി ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ്, അതിന് ബ്രിട്ടീഷുകാർ പതിച്ചു കൊടുത്തു പറഞ്ഞപ്പോൾ കള്ളമാണ്. തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വരൻ്റെ ഭൂമിയായിരുന്നു. അത് വ്യാജരേഖ ഉണ്ടാക്കി അവിടുത്തെ പള്ളി തട്ടിയെടുത്തു. പള്ളിയുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ കൊണ്ടുപോയി. നാട്ടുകാർ ഇരിക്കുന്ന ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് മുഴുവൻ മുസ്ലിം സഹോദരങ്ങളാണ്. അവരെ ഇറക്കി വിടാനാണ് ഇപ്പോൾ പള്ളിക്കാർ നോക്കുന്നത് എന്ന് പറയുന്ന പോലെ 53,297 ഭൂമിക്ക് വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ട് വെറും 1006 കേസുകളെ വന്നിട്ടുള്ളൂ. 1006-ൽ 551 കേസ് കൊടുത്തിരിക്കുന്ന ആരാധനയോ? മുസ്ലിം സഹോദരങ്ങളാണ്. പകുതിയിലും അവരും ഇരകളാണ്. അവർ മനസ്സിലാക്കി, അവർ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, 551 പേര് മനസ്സിലാക്കി. ഇനി 455 പേര് കേസ് കൊടുത്തിരിക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. ഇനിയാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യം ഇനി ഞാൻ പറയുന്നതാണ്. അതായത് 53,297 വസ്തുക്കളിലാണ് വഖഫ് കേരളത്തിൽ അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ 52,111 ഭൂമി സംബന്ധിച്ച് സ്ഥിതിവിവരക്കണക്കുകളില്ല. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാം. ചെല്ലാനത്ത് വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ചെല്ലാനത്ത് ഏത് ഭൂമി, ഏത് സർവേ നമ്പർ എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ചെല്ലാനം മൊത്തം, അല്ലെങ്കിൽ ചെല്ലാനത്തെ ഏതും അവകാശപ്പെടാം. അങ്ങനെയുണ്ട്. നമ്മൾ പോലീസുകാർ ചിലപ്പോൾ കേസെടുക്കുന്നത് ഇല്ലേ, കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസ്. അതെ. എന്നിട്ട് പോലീസുകാർക്ക് ഏറ്റവും ദേഷ്യമുള്ള 10 പേരെ പിടിച്ചിട്ട് ഇവന്മാർ കണ്ടാൽ അറിയാവുന്നവരുടെ കൂട്ടത്തിലാണെന്ന് പറയുന്നു. എന്ന് പറയുന്ന പോലെ 52,111 പ്രോപ്പർട്ടികളുടെ സ്ഥിതി വിവരക്കണക്കുകൾ ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ ആ പ്രദേശം മാത്രം എഴുതി വച്ചിരിക്കുകയാണ്. ആ പ്രദേശത്തെ ഏതും ഇതിൽപ്പെട്ടതാണെന്ന് നാളെ എഴുതി ചേർക്കാം. ക്ലിയറായോ? ചെല്ലാനം എന്ന് മാത്രം എഴുതിയിരിക്കുന്നു. ചെല്ലാനം മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ ചെല്ലാനത്തെ കടലിനോട് ചേർന്നുള്ള ഭൂമി കടലെടുത്തുകൊണ്ട് പോകാം. അതുകൊണ്ട് വേണ്ട, ഏറ്റവും റിച്ചായിട്ടുള്ള ഏറ്റവും വലിയ കെട്ടിടങ്ങളുള്ള ഭൂമിയാണ് എന്ന് പിന്നീട് എഴുതി വെച്ചാൽ അത് പോയി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ 52,111 അതല്ലെങ്കിൽ മൊത്തമുള്ള 53,297 നിങ്ങളുടെ ഭൂമിയുണ്ടോ എന്ന് ഓരോ മലയാളിയും പരിശോധിക്കണം. ഹിന്ദു പരിശോധിക്കണം, ക്രിസ്ത്യാനി പരിശോധിക്കണം, മുസ്ലിം സഹോദരങ്ങളും പരിശോധിക്കണം. കാരണം അവർക്ക് കിട്ടിയിട്ടുണ്ട് പണി ഇല്ലേ? അവരിപ്പോൾ 551 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയുകയാണ്, പിന്നെ ഇങ്ങനെയൊക്കെ പറയാമോ? ഇത് തലമുറകളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത്, തീറാധാരം നടത്തിയതാ, എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ട്. ഇത് വഖഫ് ചോദിച്ചതായിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയണ്ട. നിയമത്തിൽ അങ്ങനെയാണ്. അതായത് ഒരു ടൈറ്റിലും ഒരു രേഖയും വേണ്ട, ഉടമസ്ഥൻ അറിയുക പോലും വേണ്ട. ഉടമസ്ഥൻ അറിയുക പോലും ചെയ്യാതെ ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം ഭൂമിയുടെ അവകാശം വഖഫിൻ്റേതാണെന്ന് കാണിച്ച് റവന്യൂ അധികൃതർക്ക് ഒരു കത്ത് കൊടുത്താൽ റവന്യൂ അധികൃതർ അത് മാറ്റും. ഇതാണ് കർണാടകയിൽ സംഭവിച്ചത്. കർണാടകയിലെ കൃഷിക്കാരുടെ ഭൂമിയൊക്കെ ചെന്ന് നോക്കിയപ്പോൾ എന്താ പറ്റിയത്? രേഖയിലൊക്കെ വഖഫ് ആക്കിയിരിക്കുന്നു, റവന്യൂ രേഖകളിലാക്കിയിരിക്കുന്നു. വഖഫ് കത്ത് കൊടുത്താൽ മതി, എഴുതി ചേർക്കാം. വഖഫ് പറയാണ്, ഇന്ന സർവേ നമ്പർ ഇത്ര ഇന്ന വില്ലേജിൽ, തണ്ണീർമുക്കം വില്ലേജിലെ 11/25
വഖഫിൻ്റെ ആണെന്ന് എഴുതി റവന്യൂവിന് ഒരു കത്ത് കൊടുത്താൽ റവന്യൂ രേഖകളിൽ തൻ്റെ പേരിലോ എന്തൊക്കെയുണ്ടല്ലോ അതെ രേഖകളിൽ വഖഫാക്കും അല്ലേ? വഖഫായിട്ട് മാറ്റും. സിനുവിൻ്റെ പ്രോപ്പർട്ടിയാണ്, സിനു അറിയുന്നുണ്ടോ? സിനു ഇപ്പോഴും എൻ്റെ ആധാരം എൻ്റെ കയ്യിലുണ്ടല്ലോ, അതെ, പെട്ടി പോയെങ്കിലും താക്കോൽ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ അത് ഉടമസ്ഥാവകാശം വഖഫായി. വഖഫിനായി. നിങ്ങൾക്ക് വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പറ്റില്ല. ഇനി ആ ഭൂമി നിങ്ങളുടെയാണെന്ന് നിങ്ങൾ തെളിയിക്കണം. എൻ്റെ ആവശ്യം എവിടെ പോയി തെളിയിക്കണം? ട്രിബ്യൂണലിൽ പോയി തെളിയിക്കണം. ട്രിബ്യൂണലിൽ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ അവകാശമില്ല. വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീലില്ല. രാജ്യത്ത് ഒരുപാട് ട്രിബ്യൂണലുണ്ട്. മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ തുടങ്ങി ഒരുപാട് ട്രിബ്യൂണലുകളുണ്ട്. വാഹനാപകട കേസ് നോക്കുന്ന ഉൾപ്പെടെ, അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഇങ്ങനത്തെ ട്രിബ്യൂണലുകളുടെ വിധി നമുക്കെതിരായാൽ നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പറ്റും. ട്രിബ്യൂണലിൽ എതിരായാൽ അപ്പീൽ കൊടുക്കാൻ പ്രൊവിഷനില്ല. റിവ്യൂ പെറ്റീഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്തിമ വിധി എന്ന് പറയുന്നത് ഈ വഖഫ് ട്രിബ്യൂണലിൻ്റെ ആണ്. ഇതാണ് ചതി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത്, ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. അതായത് ഓരോ മനുഷ്യൻ്റെയും ഭൂമിക്ക് ഇങ്ങനെ വരാം. ഞാൻ ചെല്ലാനത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചെല്ലാനത്തിൽ KL പ്രോപ്പർട്ടി ID നമ്പർ KL 010670 പ്രകാരം ചെല്ലാനം എന്ന അവകാശവാദം വാംസിയിൽ ഈ പോർട്ടലിൽ വെബ്സൈറ്റിൽ വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ടുണ്ട്. ആരുടെ ഒന്നും അറിയത്തില്ല. അപ്പോൾ നോക്കുമ്പോൾ അതിന് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നൂറുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഇടക്കൊച്ചി എന്ന് ചെല്ലാനത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്നറിയോ? ചെല്ലാനത്ത് ഒറ്റ മുസ്ലിം താമസിക്കുന്നില്ല. ഇടക്കൊച്ചിയിലെ പള്ളിയാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഉടനെ ചെല്ലാനംകാർ കുറച്ച് പേര് എന്നിട്ട് പള്ളി മാനേജർക്ക് അപേക്ഷ എഴുതി കൊടുത്തു, ഇതൊന്നും മാറ്റിത്തരണം, നിങ്ങൾ കൊടുത്തിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ഇവിടെ മുസ്ലിങ്ങൾ പോലുമില്ല. ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ചെല്ലാനം ഈ പറയുന്ന പ്രോപ്പർട്ടി ID നമ്പർ KL 010670 പ്രകാരം വഖഫായിട്ട് കിടക്കുകയാണ്. ചെല്ലാനത്തെ മനുഷ്യർ എങ്ങനെ എന്ത് വിശ്വസിക്കും? നാളെ ഓരോ പ്രോപ്പർട്ടി സർവേ നമ്പർ, ചെല്ലാനത്തെ മുഴുവൻ സർവേ നമ്പർ ചെല്ലാനത്തെ മുഴുവൻ സർവേ നമ്പറുകളും എന്തെങ്കിലും ആഡ് ചെയ്താൽ ചെല്ലാനം പോയി. ഭയങ്കര തന്ത്രപരമായ അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ഈ വെബ്സൈറ്റിലൊന്ന് കയറണം. വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രേഖകളൊന്ന് പരിശോധിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം വാംസി പോർട്ടലിൽ കയറുക. അതിൻ്റെ പേരൊന്നുകൂടെ ഞാൻ പറഞ്ഞ വെബ് പോർട്ടലിൻ്റെ പേര് വഖഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ, വാംസി. ഈ പോർട്ടലിൽ കയറുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ റവന്യൂ ജില്ല കോട്ടയമെങ്കിൽ കോട്ടയം ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ സബ് ജില്ല തെളിഞ്ഞ് വരും. സബ് ജില്ല ചിലപ്പം വൈക്കം താലൂക്ക് അല്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ടൗൺ അല്ലെങ്കിൽ വില്ലേജ് ചോദിക്കും. നിങ്ങൾ വടക്കേമുറി, വില്ലേജ് ആണെങ്കിൽ വടക്കേമുറി, അല്ലെങ്കിൽ ഉദയരാമരം, ഇങ്ങനെ, അല്ലെങ്കിൽ തലയോലപ്പറമ്പ്, ഇങ്ങനെ വില്ലേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വസ്തു ഉൾപ്പെടുന്ന ടൗണിൻ്റെ ഏരിയ കാണും. എന്നിട്ട് ആ സർവേ നമ്പറുകൾ പരിശോധിക്കുക. നിങ്ങളുടെ ഭൂമി ഉണ്ടോയെന്നറിയാം. ഇനി നിങ്ങളുടെ ഭൂമി ഇല്ലെങ്കിൽ തലയോലപ്പറമ്പ് എന്ന് മാത്രം എഴുതിയിരിക്കുകയാണെങ്കിൽ കിട്ടും. അതിലെ ഡീറ്റെയിൽസ് ഇല്ലാതെ ഒരു പ്രദേശം മാത്രം എഴുതിയാൽ ഏത് ഭൂമിയും നാളെ അവകാശവാദം ഉന്നയിക്കാം. ഞാൻ പറഞ്ഞില്ലേ, കണ്ടാൽ അറിയാവുന്ന 300 പേർ എന്ന് പറയുന്നത് പോലെ, ചെല്ലാനം എന്ന് വെച്ചിരിക്കുന്ന പോലെ അവിടുത്തെ ഏത് ഭൂമിക്കും അവകാശം ഉന്നയിക്കാം. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വാംസി പോർട്ടലിൽ കയറുക. എന്നിട്ട് വസ്തുവിൻ്റെ വില്ലേജ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് വസ്തുക്കളുടെ പ്രഥമ വിവരം കാണാം. തുടർന്ന് റിപ്പോർട്ട് കാർഡും കാണാം. ഈ റിപ്പോർട്ട് കാർഡ് എടുത്ത് പരിശോധിക്കുക. റിപ്പോർട്ട് കാർഡിലെ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതുമായിട്ട് നിങ്ങൾ റവന്യൂ ഓഫീസിൽ പോകണം. പോയിട്ട് നിങ്ങളുടെ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കണം. അതിൻ്റെ നേരെ വഖഫ് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. എഴുതിയാൽ കഥ കഴിഞ്ഞു. നിങ്ങളങ്ങനെ ഇന്ന് ഡിസംബർ 24, ഇന്ന് നിങ്ങൾ പോയി പരിശോധിച്ചു, വഖഫ് ഇല്ല. നിങ്ങളുടെ പ്രദേശം ഈ പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റിലുണ്ടെങ്കിൽ ഇന്ന് ചെല്ലുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സുഖമായി എല്ലാ കാലവും കിടന്നുറങ്ങാൻ എന്ന് കരുതരുത്. ഒരു 6 മാസം കഴിഞ്ഞ് പിന്നെ നോക്കണം. കാരണം ഒരു പ്രദേശം കാണിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വഖഫിന് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ആ ഭൂമിയെ അങ്ങനെ മാറ്റാൻ കഴിയും. ഇതൊരു വലിയ കെണിയാണ്. ഇനി ഞാൻ കേരളത്തിലെ വഖഫ് ഇതുപോലെ ഉന്നയിച്ചിരിക്കും. ഞാൻ മൊത്തം പറഞ്ഞില്ല, 53,297 പ്രോപ്പർട്ടിക്ക് 53,297 വസ്തുക്കൾക്ക് അവകാശവാദം ഉന്നയിച്ചെന്ന് പറഞ്ഞു. അത് എവിടെയാണെന്ന് അറിയില്ല എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ ഓരോ ജില്ലയിലും എത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം പറയുന്നത്, ഒരു ജില്ലയിൽ എത്ര ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചു, അതിലെത്ര മുസ്ലിങ്ങൾ ഇരകളായിട്ടുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട എത്ര പേരുടെ ഭൂമി വഖഫ് പിടിച്ചെടുക്കാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ 300 പേരെ പോലെയാണ്.
കണ്ടാൽ അറിയാവുന്ന 300 പേരെ പോലെ. കുറേ പ്രോപ്പർട്ടി വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞു, ഡീറ്റെയിൽസ് ഇല്ല. നാളെ ഏത് വസ്തുവിൻ്റെ ഡീറ്റെയിൽസും എഴുതിയെടുത്ത് ഏതും കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങാം. ഒന്ന് കാസർഗോഡ് 4161 പ്രോപ്പർട്ടികളിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ചെറിയ കളിയൊന്നുമല്ല. ഒരു ജില്ലയിൽ 4161 ഇതുവരെ. നാളെ ഇത് കൂടാം. കാരണം വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ 10,000 ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 4 ലക്ഷം ഉണ്ട്. ഇന്ത്യ വലുതായിട്ടില്ല, വഖഫിൻ്റെ അവകാശവാദം കൈവശമുള്ള ഭൂമി വലുതായി. അതുകൊണ്ട് ഇത് കണക്ക് മാറാം. അപ്പോൾ കാസർഗോഡ് 4161 വസ്തുക്കൾക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിങ്ങളുടേത് 16 എണ്ണം. മറ്റ് ഇതുവരെ ഡീറ്റെയിൽസ് ഇല്ലാതെ വെറുതെ സ്ഥലം മാത്രം പറഞ്ഞിരിക്കുന്നത് 4105. കാസർഗോഡ് 4105 ഭൂമി വിശദാംശങ്ങളില്ലാതെ വഖഫിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുടെ ഭൂമിയും പോകാം. വയനാട് 1185 പ്രോപ്പർട്ടീസ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. 3 എണ്ണം മുസ്ലിങ്ങളിലാണ്. ഡീറ്റെയിൽസ് ഇല്ലാതെ വെറുതെ ക്ലെയിം മാത്രം, അവകാശവാദം മാത്രം ഉന്നയിച്ചിരിക്കുന്ന 1173. കണ്ണൂരിൽ 5832 അവകാശവാദം, മുസ്ലിമുകൾ 58, 5716 വെറുതെ വഖഫിൻ്റെ ആണെന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് 9052, മുസ്ലിങ്ങൾ 87, വെറുതെ പറഞ്ഞിരിക്കുന്നത്, വെറുതെ ചുമ്മാ പറഞ്ഞിരിക്കുന്നതല്ല, നാളെ എഴുതി ചേർക്കാം. ഇന്ന എന്നുള്ള എഴുതി ചേർക്കാം. സ്പെസിഫൈ ചെയ്തിട്ടില്ല. നാളെ അതിൻ്റെ ചില എഴുതി വെച്ചാൽ അവിടെയുള്ള രാഘവൻ്റെ, ജലാലിൻ്റെ, സ്കറിയായുടെ എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. അങ്ങനെയുള്ളത് കോഴിക്കോടുള്ളത് 8843. മലപ്പുറത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ആലോചിച്ച് നോക്കിയാൽ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വരുമ്പോഴത്തേക്ക് മിക്കവാറും മുസ്ലിം സഹോദരങ്ങളുടെ ഭൂമിയായിരിക്കും. 21,538 പ്രോപ്പർട്ടിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. 53, ഞാൻ പറഞ്ഞത് തെറ്റാട്ടോ, 53 മാത്രമാണ് മുസ്ലിങ്ങളുടേത്. 21,320 ആരുടെ നിന്ന് പറഞ്ഞിട്ടില്ല. ആ ഫിഗർ ഒന്നുകൂടെ ഞാൻ പറയാം. മലപ്പുറത്ത് 21,538 വസ്തുക്കൾക്ക് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. മുസ്ലിമുകളുടേത് 53. അപ്പോൾ എത്ര ശതമാനം ഉണ്ടെന്ന് ആലോചിക്കണേ. 21,320 ഈ പറഞ്ഞ പോലെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നാളെ ഏതും ഉൾപ്പെടുത്താം. അടുത്തത് പാലക്കാട് 3,261 ഭൂമികൾ, 41 മുസ്ലിങ്ങൾ, 3,186 ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് കൊടുക്കാതെ സ്ഥലം മാത്രം പറഞ്ഞിരിക്കുന്നത്. ഇനി തൃശ്ശൂർ 2,319 അവകാശവാദം, 61 മുസ്ലിമുകൾ, 2,218 ഡീറ്റെയിൽസ് ഇല്ലാതെ സ്ഥലം മാത്രം വച്ചിരിക്കുന്നത്. എറണാകുളത്ത് 2,121 92 മുസ്ലിമുകൾ, 1,962 ഭൂമി ഡീറ്റെയിൽസ് ഇല്ല. ഇടുക്കിയിൽ വളരെ കുറവാണ് കേട്ടോ, 227 പ്രോപ്പർട്ടിയെ ചോദിച്ചിട്ട്, കൂടുതലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണല്ലോ. അവിടെ 2 പ്രോപ്പർട്ടി മുസ്ലിമുകളുടെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. 224 പ്രോപ്പർട്ടിയിൽ ഏതാണ് ഇത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ഇനി കോട്ടയത്ത് 407 പ്രോപ്പർട്ടികൾക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഡെമോഗ്രാഫിയിലെ ജനസംഖ്യയുടെ വ്യത്യാസം കൊണ്ടാണ് കോട്ടയം ഇടുക്കി, കാരണം ക്രിസ്ത്യൻ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലകളാണത്. 20 പ്രോപ്പർട്ടി ഇങ്ങനെ അവകാശം ഉന്നയിച്ചിരിക്കുന്നത് ആരുടെയാണ്? മുസ്ലിമുകളുടെയാണ്. 373 പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് ഇല്ല. ആലപ്പുഴയിൽ 905 ഭൂമി ഏറ്റെടുക്കാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. വഖഫിൻ്റെയാണ്. നോട്ടീസ് കൊടുത്തിട്ടില്ല, വഖഫ് ഇതിനൊക്കെ നോട്ടീസ് കൊടുത്തു. രസകരമായ സംഭവം, ഇതിൽ പലർക്കും നോട്ടീസ് കൊടുത്തിട്ടില്ല. വഖഫിൻ്റെ ആണെന്ന് അവകാശപ്പെട്ടു. ഉടമസ്ഥന് നോട്ടീസ് കിട്ടിയാലേ ഉടമസ്ഥൻ അറിയുള്ളൂ. പക്ഷേ ഇത്രയും സ്ഥലം പോയി. ഉടമസ്ഥൻ അറിഞ്ഞാൽ തന്നെ ഇത്രയും സ്ഥലം വഖഫിൻ്റെ ആണെന്ന് വഖഫ് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആലപ്പുഴയിൽ 905, മുസ്ലിമുകൾ 38, വിശദാംശങ്ങളില്ലാതെ കാണിച്ചിരിക്കുന്നത് 851. കണ്ണൂർ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, 5000. കണ്ണൂർ 5832, മുസ്ലിങ്ങൾ 58, 5716 ഡീറ്റെയിൽസ് ഇല്ലാത്തത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ്. പത്തനംതിട്ടയിൽ 132 പ്രോപ്പർട്ടികൾക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. 6 എണ്ണം മുസ്ലിമുകളുടെയാണ്, 121 ഡീറ്റെയിൽസ് ഇല്ല. കൊല്ലത്ത് 1090 വസ്തുക്കൾ വഖഫിൻ്റെ ആണെന്ന് രേഖയിൽ കാണുന്നു. അതിൽ 32 എണ്ണം മുസ്ലിമുകളുടെയാണ്. 1017 കണ്ടാൽ അറിയാവുന്ന 300 പേർ എന്ന് പറയുന്നത് പോലെയാണ്. തിരുവനന്തപുരത്ത് 1067 പ്രോപ്പർട്ടികൾ, 44 എണ്ണം മുസ്ലിമുകളുടെയാണ്. 1002 നേരത്തെ പറഞ്ഞ കണ്ടാൽ അറിയാവുന്നതാണ്. ആരുടെ ഭൂമിയും നാളെ എഴുതി ചേർക്കാവുന്ന തരത്തിലാണ്. ഇതാണ് ഇപ്പോൾ കാണുന്ന സ്റ്റാറ്റസ്.
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എപ്പോൾ വേണമെങ്കിലും ഇത് ആളുകൾക്കറിയില്ല. ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങുന്ന ഭൂമി ഒരുപക്ഷെ നാളെ വീട് നാളെ നിങ്ങളുടേതല്ലാതായി ഏതു നിമിഷവും മാറാം. അതായത് ഇപ്പോൾ ആകെ 52,111 52,111 സ്ഥലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ ആരെയും ഉൾപ്പെടുത്താം. എന്നാൽ ഇത്രയും കേസുകളിൽ 551 സ്ഥലത്തും മാത്രമേ മുസ്ലിങ്ങളുടെ ഭൂമിയിൽ തർക്കമുള്ളൂ. അതായത് നിലവിൽ പരാതി കൊടുത്തതിൽ പകുതിയോ? ആകെയുള്ള പ്രോപ്പർട്ടി എത്രയാ ഞാൻ പറഞ്ഞത്? ആകെ കേരളത്തിൽ നോട്ടീസ് കൊടുക്കുന്നത് 53,297. അതിൽ മുസ്ലിമുകളുടെ പ്രോപ്പർട്ടി 551 മാത്രം. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റും പറയുന്നില്ല. ഇത് നമ്മളുണ്ടാക്കിയ കണക്കല്ല. വഖഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വഖഫ് ബോർഡിൻ്റെ പോർട്ടലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നിയമം മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിയമ ഭേദഗതി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഇടതു വലത് കക്ഷികളും ഒരു വിഭാഗം അച്ഛന്മാരും ഒക്കെ പറയുന്നത് പോലെ ഇത് വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമല്ല. ഇത് വസ്തുതയാണ്. ഇത് ചതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ജിഹാദാണ് വഖഫ് ബോർഡ്. അതിനെ ചെറുക്കാനുള്ള മാർഗം നമ്മളിത് പഠിക്കുക, നിയമ ഭേദഗതിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുക, സമരം ചെയ്യുക. നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ മുതൽ MP വരെയുള്ളവരെ കാണുമ്പോൾ വിളിച്ചു നിർത്തിയിട്ട് ഞങ്ങളുടെ ഭൂമി പിടിച്ചുകൊണ്ടുപോകാൻ തയ്യാറായി വരുന്ന വഖഫ് രാക്ഷസനെ ചെറുക്കാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇത് മാത്രമേ പരിഹാരമുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യാവസാനം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ കരുതുന്നു. കണ്ടുവെങ്കിൽ ഇനി നിങ്ങളുടെ കടമ തീരുന്നില്ല. നിങ്ങളിത് ആളുകളോട് പറയുക. ഇത് മുഴുവൻ ഡാറ്റ വെച്ച് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കേരളം അറിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും അമർത്തുക.